പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചതിന് ശേഷം വളരെ തിടുക്കത്തിൽ യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് പോയി എന്ന് വചനം നമ്മൾ വായിക്കുന്നു ലൂക്കായുടെ സുവിശേഷത്തിൽ. എന്തിനാണ് അമ്മ പോയത്? തൻ്റെ ഇളയമ്മയായ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി. ദൈവത്തിൻ്റെ അമ്മയായിട്ട് പോലും ദൈവപുത്രൻ തൻ്റെ ഉദരത്തിൽ ജനിച്ചതിന് ശേഷവും ആ പുത്രനെയും വഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അമ്മയാണെന്നുള്ള ഭാവങ്ങളൊന്നും കാണിക്കാതെ, ആ ദൈവത്തിൻ്റെ അമ്മയാണെന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ലേശം പോലും ഇല്ലാതെ വളരെ എളിമയോടെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ഒരു ശുശ്രൂഷകയായി പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മശക്തി, ആ എളിമയിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മശക്തി, ആ ദൈവത്തിൻ്റെ ആ അത്ഭുതകരമായ ആ അവസ്ഥയിൽ നിന്നും പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ അമ്മ സംസാരിച്ചപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്ന വലിയ ഒരു അഭിഷേകം അമ്മയുടെ മേൽ അപ്പോൾ ഉണ്ട്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലും നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തികളുടെടുത്തും നമ്മൾ സംസാരിക്കുമ്പോൾ ഇതുപോലെ അഭിഷേകം ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളുടെ ഒരു സംസാരം കേൾക്കുമ്പോൾ, നമ്മളുടെ ഒരു സാന്ത്വനം കേൾക്കുമ്പോൾ, നമ്മുടെ ഒരു ആശ്വാസം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അത് സാരമില്ല ദൈവം നോക്കിക്കോളും എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, അതും സ്നേഹത്തോടെ ഉള്ളിൽ തട്ടി നമ്മളത് ആ വ്യക്തിയെ ആശ്വസിപ്പിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് അഭിഷേകം ചെയ്യുവാൻ സാധിക്കും. അതിന് നമ്മൾ ആദ്യം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അമ്മ ദൈവത്തിൻ്റെ അമ്മയായിരുന്നിട്ട് പോലും അങ്ങനെയുള്ള പദവികളൊന്നും നോക്കാതെ ആസ് എ സർവൻ്റ് ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ പോവുകയാണ്. നമുക്കും ആ മനോഭാവം വേണം. മറ്റുള്ളവരെ സഹായിക്കുവാൻ, അവരുടെ അവസ്ഥകൾ അറിഞ്ഞ് പെരുമാറുവാൻ, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്താണ് ആവശ്യമെന്നറിഞ്ഞ് സഹായിക്കുവാൻ ഉള്ള ഒരു മനസ്സ്, ഒരു സന്നദ്ധത നമുക്കുണ്ടാകണം. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ അതേ അഭിഷേകം നമ്മളുടെ മേലും പകരപ്പെടും. ആ കാര്യങ്ങളൊക്കെ നമ്മളിത് ചെയ്തു കഴിയുമ്പോൾ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ നിറഞ്ഞു കഴിയുമ്പോൾ, നമ്മുടെ ഭവനത്തിൽ ആ അഭിഷേകം പിറന്നു കഴിയുമ്പോൾ വലിയ രക്ഷ, വലിയ വിടുതൽ നമ്മളുടെ ഭവനത്തിലും ഉണ്ടാകും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ മാതൃസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തിമത്തായ ഭാവമാണ്. ഒരമ്മ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരിശുദ്ധ കന്യകാമറിയം. എത്രമാത്രം തനിക്ക് സഹനങ്ങളുണ്ടായിട്ടും ആ സഹനങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അടുത്ത് ഒരു പിറുപിറുപ്പും പറയാതെ, മറ്റുള്ളവരുടെ മുൻപിൽ ഒന്നും പകരം വീട്ടാതെ, അല്ലെങ്കിൽ വേദനിപ്പിച്ചവരുടെ മുമ്പിൽ തിരിച്ചു പറയാതെ, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ജീവിച്ച് തൻ്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്വർഗത്തെ മഹത്വപ്പെടുത്തുവാൻ ജീവിച്ച വ്യക്തിയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. നോക്കുക, പരിശുദ്ധ കന്യകാമറിയം ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചിട്ട് ദേവാലയത്തിൽ കൊണ്ടുചെന്ന് കാഴ്ചവെക്കുമ്പോൾ പരിശുദ്ധ അമ്മയെടുത്ത് ശിമയോൻ പറയുകയാണ്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. നോക്ക്, നല്ല സന്തോഷമുള്ളൊരു ദിവസം ദേവാലയത്തിൽ ഉണ്ണിയെ സമർപ്പിക്കുമ്പോൾ അമ്മയ്ക്കൊരു വെളിപാട് ശിമയോൻ പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. നമ്മളാണെങ്കിലോ അന്നു മുതൽ നമ്മൾ ശരിക്കും തകർന്നു പോകും. ദൈവമേ, എന്താണ് തകർച്ചകൾ വരുന്നത്, വേദനകൾ വരുന്നത്, ഇതെന്ന് മാറും, ഇത് എന്നാണിത് മാറുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും. ഇപ്പോഴും നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ട്, എൻ്റെ വേദനകൾ എന്ന് മാറും, എൻ്റെ ദുഃഖങ്ങൾ എന്ന് മാറും, എൻ്റെ സങ്കടങ്ങൾ എന്ന് മാറും, എൻ്റെ ഈ തകർച്ച എന്ന് മാറും,
എൻ്റെ ഈ കടബാധ്യത എന്ന് മാറും? മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് ജീവിക്കുന്ന അവസ്ഥകൾ എന്ന് മാറും? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, മറ്റാരോടും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിലെങ്കിലും ഈ ചോദ്യങ്ങൾ ഉയരാറുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മ ഈ വേദനകളെല്ലാം വരുമ്പോഴും ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട്, എൻ്റെ ഹൃദയം കാണുന്ന എൻ്റെ പൊന്നു തമ്പുരാൻ എന്നെ കണ്ടിട്ടുണ്ട്, എനിക്കുള്ള ഉത്തരം അവിടുന്ന് നൽകും, സമയത്തിൻ്റെ പൂർണ്ണതയിൽ എനിക്കുള്ള അനുഗ്രഹം വരുമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ആരെയെങ്കിലും കുറ്റപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ആ വിശ്വാസത്തോടെ, ആഴമേറിയ വിശ്വാസത്തോടെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞത് ജീവിതകാലം മുഴുവനും അതേ കണക്കനുസരിച്ചുകൊണ്ട് കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോഴും പരിശുദ്ധ അമ്മ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ വേദനകളല്ല, എൻ്റെ ദുഃഖങ്ങളല്ല, എൻ്റെ നൊമ്പരങ്ങളല്ല, എൻ്റെ തകർക്കപ്പെട്ട ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ വലിയ മനസ്സ് കാണിച്ച പരിശുദ്ധ കന്യകാമറിയമാണ് നമ്മളുടെ അമ്മയായി നമ്മൾ സ്വീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ എവിടെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയ പരിശുദ്ധ അമ്മ നമ്മോട് കൂടെയുണ്ട്. ആ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് കൂടെ ആയിരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. ആ അമ്മ നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരും. വലിയ വാൾ നിന്റെ ഹൃദയത്തിലൂടെ കടക്കുമെന്ന് പറഞ്ഞപ്പോഴും ആ അമ്മ അനുഭവിച്ച വേദനകൾ ഇന്ന് നമ്മൾ എത്രയോ നമ്മുടെ ഹൃദയ നൊമ്പരങ്ങൾ കൊണ്ട്, ആരോടും പറയാൻ പറ്റാത്ത വേദനകൾ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ഇത് ഞാൻ ആരോട് പറയും? മറ്റാരോടും ഇത് പങ്കുവയ്ക്കാൻ പറ്റില്ലാത്ത വേദനകൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയുള്ളവർ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, അമ്മേ, എൻ്റെ ഹൃദയവേദനകൾ ഇന്നതാണ്, ഇതൊക്കെയാണ്, മറ്റാരോടും എനിക്കിത് പങ്കുവെക്കുവാൻ സാധിക്കുന്നില്ല, അമ്മ ഇത് ഏറ്റെടുക്കണമേ എന്ന് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. ഉറപ്പാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സഹനങ്ങളുടെ പിറകെ സഹനമായിരുന്നു പരിശുദ്ധ അമ്മ കർത്താവിൻ്റെ മുമ്പിൽ യെസ് പറഞ്ഞപ്പോൾ. ആണോ? അമ്മ പിന്നെ എന്തെങ്കിലും സന്തോഷത്തോടെയാണോ പിന്നെ കുറച്ച് നാൾ ജീവിച്ചത്? സഹനങ്ങൾ കർത്താവ് അനുവദിച്ച സഹനമാണെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് പരിശുദ്ധ അമ്മ ആ സഹനങ്ങളെല്ലാം ഹൃദയത്തിൽ ഏറ്റെടുത്തത്. തൻ്റെ പുത്രനെ പ്രസവിക്കുവാൻ വേണ്ടി സ്വർഗത്തിലെ പിതാവ് പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവിനാൽ മറിയത്തെ ഗർഭം ധരിച്ചപ്പോൾ അടുത്ത സഹനം വരുന്നത് ഔസേ പിതാവ് രഹസ്യത്തിൽ പരിശുദ്ധ അമ്മയെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന സമയമാണ്. നോക്കുക, തൻ്റെ കൂടെ നിൽക്കുമെന്നും വിവാഹം കഴിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കാമെന്ന് എല്ലാം തീരുമാനിച്ചു വെച്ചിരുന്ന വ്യക്തി രഹസ്യത്തിൽ തന്നെ ഒഴിവാക്കുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കാതെ നീതിമാനായ ഔസേ പിതാവ് രഹസ്യത്തിൽ ഉപേക്ഷിക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ ഔസേ പിതാവിന് സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുന്നു. എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? പരിശുദ്ധ അമ്മ ഒരു മറുപടിയും ഔസേ പിതാവിനോടോ ബന്ധുക്കളോടോ ഒന്നും പറയാൻ പോയില്ല. പരിശുദ്ധ അമ്മ ആകെ ചെയ്തത് തൻ്റെ പിതാവായ ദൈവത്തോട് പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങെന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ. പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കുക. പരിശുദ്ധ അമ്മ അവിടെ വേറെ ആരോടും ഒരു പരാതി പറഞ്ഞില്ല, ഉപേക്ഷിച്ചാൽ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിച്ചില്ല, മറ്റ് അടുത്ത വലിയ തകർച്ച വരുന്നതോർത്ത് ദുഃഖിച്ചില്ല, നിരാശപ്പെട്ടില്ല. പകരമോ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് നോക്കി പിതാവായ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങ് ഇതിൽ ഇടപെടണമേ, അങ്ങേക്ക് ഞാൻ വിട്ടുതരുന്നു, അങ്ങ് ഇത് പരിഹരിച്ചു തരണമേ. ഔസേ പിതാവിന് സ്വപ്നത്തിൽ ദർശനമുണ്ടാകുന്നു. ഔസേ പിതാവ് ആ പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ മണവാട്ടിയായി സ്വീകരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും തകർക്കപ്പെട്ട് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച വ്യക്തികൾ, അല്ലെങ്കിൽ നമുക്ക് താങ്ങായി തണലായി നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച വ്യക്തികൾ
ഒരു ദിവസം നമ്മളെ ഒഴിവാക്കുന്നതോ നമ്മളെ അവഗണിക്കുമ്പോഴോ നമ്മളെ ഇട്ടിട്ട് പോകുമ്പോഴോ നമ്മളെ തകർത്ത് മാറ്റി നിർത്തുമ്പോഴോ നമ്മൾ അനുഭവിച്ച വേദനകൾ ഇതിന് സമാനമല്ലേ? ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതിലൂടെ കടന്നു പോകുന്ന അനേകം വ്യക്തികളില്ലേ? നമ്മൾ അതിനെതിരെ പിറുപിറുക്കുകയും വഴക്കുണ്ടാക്കുകയും അടിയുണ്ടാക്കുകയും കേസ് കൊടുക്കുകയും അല്ലെങ്കിൽ മറ്റു രീതിയിൽ അതിനെ പ്രതികരിക്കുകയും ചെയ്തുകൊണ്ട് ആ പ്രശ്നം സങ്കീർണമായി പോയതല്ലാതെ അതിന് പരിഹാരമുണ്ടായിട്ടുണ്ടോ? എന്നാൽ പരിശുദ്ധ അമ്മയുടെ മാതൃക, പരിശുദ്ധ അമ്മ പറയേണ്ടവനോട് പറഞ്ഞപ്പോൾ സ്വർഗം ഇടപെട്ടുകൊണ്ട് സ്വപ്നത്തിൽ ഔസേപ്പിതാവിന് ദൂത് വന്നുകൊണ്ട് ആ പ്രശ്നം മറ്റാരും അറിയാതെ, ലോകത്തിൽ ഒരു വ്യക്തിയും അറിയാതെ വളരെ സ്നേഹത്തോടെ ക്ഷമയോടെ മാന്യമായി അപമാനിപ്പിക്കപ്പെടാതെ അത് പരിഹരിക്കപ്പെടുന്ന വലിയൊരു പദ്ധതി സ്വർഗം ചെയ്തു. ഹല്ലേലൂയ! യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയായിരിക്കാം, നമ്മളുടെ മക്കളായിരിക്കാം, നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, നമ്മളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കാം. നമ്മളെ ഒഴിവാക്കി നമ്മുടെ ജീവിതങ്ങൾ തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ പിറുവിറുപ്പ് കൂടാതെ ദൈവത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ഹൃദയം തുറന്നുകൊണ്ട്, കർത്താവേ, എൻ്റെ ഹൃദയം അങ്ങ് കാണുന്നുണ്ട്, എനിക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഭംഗിയായി സ്വർഗം ഇടപെടും. ഹല്ലേലൂയ! ഉറപ്പാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നമാണ് ഞാൻ ദൈവത്തോട് പറയുന്നതെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഭംഗിയായി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇടപെട്ടിരിക്കും. ഹല്ലേലൂയ! പരിശുദ്ധ അമ്മ അതുപോലെയാണ് ചെയ്തത്. സഹനത്തിൻ്റെ നടുവിൽ വിട്ടുപോകുന്ന, തകർന്നു പോകുന്ന, നോക്കണം, ഭർത്താവില്ലാതെ ഒരു സ്ത്രീ പ്രസവിക്കുന്ന അവസ്ഥ യഹൂദ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റില്ല. മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥ. വെപ്രാളപ്പെട്ട് ഓടിയതൊന്നുമില്ല. അമ്മ ദൈവസന്നിധിയിൽ ഇരുന്നു, ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകൾ മടക്കി ദൈവത്തോട് പറഞ്ഞു. ദൈവം ഇടപെട്ടു. സ്വർഗത്തിലെ ദൈവം ദൂതനെ അയച്ച് ഔസേപ്പിതാവിനോട് സ്വപ്നത്തിൽ സംസാരിച്ചു. ഇതാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്ന മാതൃക. ആ അമ്മയുടെ കൈ ചേർത്ത് പിടിക്കണം. അമ്മയോട് ചേർന്ന് പിടിച്ചുകൊണ്ട്, അമ്മേ, മാതാവേ, എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എൻ്റെ അമ്മയായി നിന്ന് എന്നെ സഹായിക്കുവാൻ എൻ്റെ കൂടെ ഉണ്ടാകണമേ. എനിക്ക് വേണ്ടുന്ന മാർഗങ്ങൾ പറഞ്ഞു തരാൻ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. എന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടപിശാചുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ അമ്മ എന്നെ മാറോട് ചേർത്തണയ്ക്കണമേ. പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ, അമ്മ നമ്മുടെ കൂടെ നിൽക്കും. ഹല്ലേലൂയ! തകർന്നു പോകരുത്. നമ്മൾ വിഷമിച്ച് തകർന്നു പോകാൻ പിശാച് ആഗ്രഹിക്കും, പക്ഷെ സ്വർഗം ആഗ്രഹിക്കുന്നില്ല, പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നില്ല, മാലാഖമാർ ആഗ്രഹിക്കുന്നില്ല, വിശുദ്ധർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന മാതൃകയുണ്ട്. ആ മാതൃകയിലൂടെ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട്, ഒരു കയ്യിൽ പരിശുദ്ധ അമ്മയും മറുകൈയിൽ യേശുവിനെയും പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന മക്കളായി നമ്മൾ മാറി നോക്കിയേ, നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തിക്ക് നിൽക്കുവാൻ സാധ്യമാവില്ല. ഹല്ലേലൂയ! യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നോക്കുക, പരിശുദ്ധ അമ്മ അവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഔസേപ്പിതാവിലൂടെ ദൈവം ഇടപെട്ടു. ഇനിയോ അടുത്ത സംഭവങ്ങളോ? കാലത്തിൻ്റെ പൂർണ്ണതയിൽ പ്രസവ സമയം എടുത്തപ്പോൾ കാനേശുമാരിക്ക് വേണ്ടി ഔസേപ്പിതാവും മാതാവും പോകുമ്പോൾ പൂർണ്ണ ഗർഭിണിയായ പരിശുദ്ധ കന്യകാമറിയം കൂടെ പോകുന്നു. ഒട്ടും വയ്യാതെ, യാത്ര ചെയ്യുവാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളിൽ, ഒട്ടും ശാരീരികമായി വയ്യാത്ത അവസ്ഥയിൽ പോലും ആ അമ്മ പോകുമ്പോൾ ആ പ്രസവിക്കാൻ സമയമായിട്ട് ഒരു സ്ഥലവും കിട്ടാത്ത ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വർഗത്തിലെ ദൈവത്തിന് ഈ ഭൂമിയിൽ പിറക്കുവാൻ ഒരു ഇടവും കിട്ടാതെ ഓരോ വാതിലുകളും മുട്ടി 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 പോകുന്ന ഓരോ അവസ്ഥകൾ, അവിടെയെല്ലാം വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടിട്ട് ഇവിടെ നിങ്ങൾക്ക് പ്രയോജനം, ഇവിടെ നിങ്ങൾക്ക് രക്ഷയില്ല, ഇവിടെ അവസരമില്ല, നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വാതിലുകൾ കൊട്ടിയടയ്ക്കുന്ന അവസ്ഥകൾ. അവിടെയും നിരാശപ്പെട്ടില്ലമ്മ, പരാതി പറഞ്ഞില്ല, പിറുപിറുത്തില്ല, ഒന്നും പറഞ്ഞില്ല. പരിശുദ്ധ അമ്മയുടെ ഹൃദയം എൻ്റെ രക്ഷകനായ കർത്താവിൽ എൻ്റെ ചിത്തം ആനന്ദിക്കുന്നു എന്ന് ഉള്ളത്തിൽ ചിന്തിച്ചുകൊണ്ട്, ഉദരത്തിലായിരിക്കുന്ന യേശുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ കുറവുകളിലേക്ക് നോക്കാതെ സ്വർഗത്തിൻ്റെ മഹിമയെ നോക്കിക്കൊണ്ട്, സ്വർഗത്തിൻ്റെ മഹത്വത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മ യാത്ര ചെയ്യുകയാണ്.
അവസാനം ഒരു കാലിത്തൊഴുത്തിൽ ഔസേപ്പിതാവ് കച്ചിയും മറ്റു പുല്ലുകളും എല്ലാം വെട്ടിയൊരുക്കി ഒരു പുൽത്തൊട്ടി പോലെ ഒരു മെത്തയുണ്ടാക്കി ആ കാലിത്തൊഴുത്തിൽ സ്വർഗത്തിൻ്റെ രാജകുമാരൻ ജനിക്കുകയാണ്. നോക്കുക, പരിശുദ്ധ അമ്മയ്ക്ക് വേണമെങ്കിൽ ദൈവത്തോട് പറയാമായിരുന്നു, എൻ്റെ ഉദരത്തിൽ വഹിക്കുന്നത് അങ്ങയുടെ പുത്രനാണ്, അവന് വസിക്കുവാൻ, അവന് പിറക്കുവാൻ ഒരു കൊട്ടാരം വേണമെങ്കിൽ അമ്മയ്ക്ക് പറയാമായിരുന്നു. പക്ഷേ അമ്മ പറഞ്ഞില്ല, ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ആ സഹനത്തിൻ്റെ നടുവിലും ഇല്ലായ്മയുടെ നടുവിലും പരിശുദ്ധ അമ്മ ആരെയും കുറിച്ചും നെഗറ്റീവായിട്ട് പറയാതെ തന്നെ ആ സ്വർഗത്തിൻ്റെ ഹിതം ഏറ്റെടുത്തുകൊണ്ട് ആദിയിൽ പറഞ്ഞതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് ഗബ്രിയേൽ മാലാഖയോട് ആ പ്രഖ്യാപനത്തിൽ പറയുന്നത് പോലെ തന്നെ അമ്മ അനുദിന ജീവിതത്തിലും പ്രാവർത്തികമാക്കി. അമ്മ പുത്രനെ പ്രസവിച്ചു. കാലിത്തൊഴുത്തിൽ കിടക്കുമ്പോഴും ആട്ടിടയന്മാർ വന്ന് കാണുമ്പോൾ പുൽത്തൊട്ടിയിൽ അമ്മയെ മറിയത്തോടൊപ്പം അവരെ കണ്ടു. അവർ വന്ന് ആരാധിച്ചു പോകുമ്പോഴും അടുത്ത വചനം പറയുന്നു, മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. ആരോടും ഒരു കുറ്റം പറഞ്ഞില്ല അമ്മ. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, ആ കുറവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ ആരോടും ഒരു വെറുപ്പും കാണിക്കാതെ ആ സ്വന്തം പുത്രനെ ആ പുൽത്തൊട്ടിയിൽ പ്രസവിച്ചു കിടത്തിക്കൊണ്ട് ഇല്ലായ്മയുടെ നടുവിൽ നിൽക്കുമ്പോഴും അമ്മ കാണുന്നത് സ്വർഗത്തിൻ്റെ മഹത്വമാണ്, അല്ലാതെ കുറവുകളല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തകർന്നു പോകുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള തകർച്ചകൾ അല്ലെങ്കിൽ ഇല്ലായ്മകൾ, സഹനങ്ങൾ അവ വരുമ്പോൾ നമ്മൾ അവയിലോട്ട് മാത്രം നോക്കിയിരുന്നു കൊണ്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് നിരാശ എന്ന് പറയുന്ന വലിയ ഒരു പിശാചിനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടുവരുന്നു. പക്ഷേ അവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഇല്ലായ്മ ഉണ്ടാകുമ്പോൾ, ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ, ഒരു നിരാശ ഉണ്ടാകുകയാണെങ്കിൽ നമ്മളുടെ കണ്ണുകൾ നേരെ സ്വർഗത്തിലേക്ക് ഉയരണം. എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, ഞാൻ ഈ സഹനത്തിലൂടെ കടന്നു പോകണമെന്നാണ് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഞാൻ തടസ്സം നിൽക്കരുത്. ദൈവത്തിൻ്റെ പദ്ധതി പൂർണ്ണമായും വെളിപ്പെടുവാൻ ആ സഹനത്തിൻ്റെ മാതൃകയിലൂടെ അമ്മയുടെ കൂടെ നമുക്കും യാത്ര ചെയ്യണം. നോക്കുക, വാടക വീട്ടിൽ താമസിക്കുന്ന അനേകം പേരുണ്ടാകും. അവരുടെ വേദന എത്രമാത്രം വലുതാണെന്നറിയാമോ? 11 മാസം കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും പല വീടുകളും മാറിക്കൊടുക്കണം. സ്വന്തമായി ഭവനമില്ലാത്ത മക്കളുണ്ട്. വലിയ വേദനകളാണ് അനുഭവിക്കുന്നത്. മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്ന ഭവനങ്ങളുണ്ട്, കെട്ടുറപ്പില്ലാത്ത ഭവനങ്ങളുണ്ട്, വേദനകളുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ സഹനങ്ങളുടെ മുമ്പിൽ നമ്മൾ പിറുപിറുക്കാതെ, നമ്മൾ കുറ്റം പറയാതെ, നമ്മൾ ആരോടും ദേഷ്യപ്പെടാതെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മളൊന്ന് പ്രാർത്ഥിച്ചു നോക്കണം. അമ്മേ, എനിക്കെൻ്റെ വീടിൻ്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയാമല്ലോ, അമ്മയൊന്ന് ഇടപെടണമേ. അമ്മയ്ക്ക് ഇതിൻ്റെ വേദന അറിയാമല്ലോ. വേദന അറിയാവുന്നവർക്ക് അതിൻ്റെ തീഷ്ണതയിൽ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ അമ്മ അതിൻ്റെ കുറവുകൾ മനസ്സിലാക്കി വന്നവളാണ്. ആ അമ്മയ്ക്ക് ഒരു ഭവനമില്ലാത്തതിൻ്റെ അല്ലെങ്കിൽ ഒരു ഭവനത്തിൻ്റെ തകർച്ച എന്താണെന്ന് മനസ്സിലാക്കാൻ അമ്മയ്ക്ക് സാധിക്കും. നിരാശപ്പെടരുത്. പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ചുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കണം. അമ്മേ, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ, എൻ്റെ വീട്ടിൻ്റെ കാര്യത്തിൽ, എൻ്റെ ഭവനത്തിൻ്റെ കാര്യത്തിൽ അമ്മ ഇടപെടണമേ. തീർച്ചയായും അമ്മ ഇടപെടും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, ഈ സഹനങ്ങളുടെ നടുവിലുമെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധ അമ്മയിൽ ഉള്ളതുകൊണ്ട് അമ്മ ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ല. അമ്മ തകർന്നു പോയിട്ടില്ല. അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ്. ആ അമ്മയിൽ പാപമില്ലാത്തത് കൊണ്ട് ആ പിശാചിന് ഒരിക്കലും അമ്മയെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. നോക്കുക, അടുത്ത സഹനം അമ്മയുടെ മുമ്പിലേക്ക് വരികയാണ്. എവിടെയാണ്? 12-ാം വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിന് പോയപ്പോൾ സ്വന്തം പുത്രനെ കാണാതാകുന്ന അവസ്ഥ. നമ്മളുടെ വീട്ടിലെ കുഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി 5 മണിക്ക് ട്യൂഷൻ കഴിഞ്ഞ് വരേണ്ടുന്ന കുഞ്ഞ് 8 മണിയായിട്ടും വന്നില്ലെങ്കിൽ ഈ ഇവിടെ ഇരിക്കുന്ന അമ്മമാരുടെയും അപ്പച്ചന്മാരുടെയും മനോഭാവം എന്തായിരിക്കും? ചിന്തിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയേറെ ആകുലതകളും ഉത്കണ്ഠകളും വേദനകളും നമുക്ക് ഉണ്ടാകും. നമുക്ക് ആദ്യം ഉണ്ടാകും. കർത്താവേ, എന്തു പറ്റി?
5 മണിക്ക് വരേണ്ടുന്ന കുഞ്ഞാണ് 8 മണിയായിട്ടും കാണുന്നില്ല, 9 മണിയായിട്ടും കാണുന്നില്ല. ആ വേദന അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും ഒരു കുഞ്ഞിനെ 3 ദിവസം കാണാതായാലുള്ള വേദനയുടെ ആഴം എന്താണെന്ന്. പരിശുദ്ധ അമ്മയുടെ ആ സഹനത്തിൻ്റെ മുമ്പിൽ നമ്മളുടെ മക്കൾ നമ്മളെ ആ വിട്ടുപോകുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ അകന്നു പോകുന്ന അവസ്ഥകൾ, നമ്മുടെ കുടുംബവുമായിട്ട് അകന്നു നിൽക്കുന്ന അവസ്ഥകളുണ്ടെങ്കിൽ ഈ നിയോഗം വെച്ച് പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കണം. അമ്മേ, എൻ്റെ മക്കളെ ഈശോയോടും അമ്മയോടും ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹത്തിൽ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയ്ക്കറിയാം ആ വേദന എന്താണെന്ന്. അതുകൊണ്ട് മക്കൾ ഏതെങ്കിലും വിധത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്നെങ്കിൽ നമ്മൾ നിരാശരാകരുത്. ഇന്നത്തെ സമൂഹത്തിൽ അനേകം കുടുംബങ്ങളിൽ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളുണ്ട്. ഈ കാലഘട്ടത്തിൽ പിശാച് ഏറ്റവും കൂടുതൽ തകർക്കപ്പെടുന്ന മേഖലയാണ് മക്കളും മാതാപിതാക്കന്മാരും തമ്മിലുള്ള അകൽച്ചകൾ. മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്ക് മനസ്സിലാകുന്നില്ല, മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല. അതിന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, തലമുറകളുടെ ഒരു വ്യത്യാസം. പക്ഷേ ഈ ഏത് തലമുറകളുടെ വ്യത്യാസമായിക്കൊള്ളട്ടെ, ഏത് തലമുറയിലും മനസ്സിലാക്കാത്ത കുട്ടികളോ മാതാപിതാക്കളോ ആയിക്കൊള്ളട്ടെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി എൻ്റെ മക്കളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാക്കി എൻ്റെ മക്കളെ മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ആ വേദനകളോട് ചേർന്ന് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇന്നത്തെ തലമുറയിൽ കുടുംബങ്ങളിൽ വളരെ നിരാശയുള്ളതാണ്. കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് വ്യക്തികൾ പറയുന്നതാണ് മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെയാണ്. മദ്യപാനത്തിനും മയക്കുമരുന്നിനും തെറ്റായ ബന്ധങ്ങൾക്കും എന്തിനേറെ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പോലും ആ മക്കൾ അത്രമാത്രം മ്ലേച്ഛതയിൽ ഇന്ന് ജീവിക്കുന്നു. മാതാപിതാക്കന്മാർക്ക് വിഷമമാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധിയുടെ നിറകുടമായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ ഈ മക്കളെ സമർപ്പിക്കണം. അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിന് ഈ മക്കളെയെല്ലാം സമർപ്പിക്കണം. സമർപ്പിച്ചിട്ട് നിങ്ങൾ പറയണം, അമ്മയിൽ നിറഞ്ഞതുപോലെ ഈ മക്കളിൽ പരിശുദ്ധാത്മാവ് നിറയണം, സ്നേഹം നിറയണം, വിശുദ്ധി നിറയണം, എളിമ നിറയണം. ഈശോയെ സ്നേഹിക്കാനുള്ള ഹൃദയം അവർക്കുണ്ടാകണം. ഈശോയെ സ്നേഹിച്ചാൽ പാപത്തിന് പിന്നെ അവസരമില്ലാതാകും. അവിടെയാണ് നമ്മളുടെ പാപങ്ങൾ കടന്നു വരുന്നതിൻ്റെ ഒരു കാരണവും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ആ സഹനത്തോട് ചേർത്ത് നമ്മുടെ കുടുംബങ്ങളിലുള്ള നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ ആ വേദനകളെ നടുവിൽ നിന്നുകൊണ്ട് നമ്മൾ സമർപ്പിക്കണം. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടി അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നോക്കുക, പിന്നെയും സഹനത്തിൻ്റെ നടുവിലൂടെ പോകുന്ന അമ്മ ഈശോയെ കുരിശിൽ തറയ്ക്കുമ്പോൾ, ഈശോ കുരിശുമായി പോകുമ്പോൾ അമ്മ കുരിശുമായി പോകുന്ന സ്വന്തം പുത്രനെ കാണുകയാണ്. നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ കുരിശിൻ്റെ വഴി പ്രാർത്ഥന നടത്താറുണ്ട്. അപ്പോൾ 4-ാം സ്ഥലമെത്തുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? എന്താണ് വായിക്കുന്നത്? ദുഃഖകരമായ ഒരു കൂടിക്കാഴ്ച അമ്മയും മകനും തമ്മിൽ കാണുന്നു. വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, പരസ്പരം ഒന്നും പറയുവാൻ സാധിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഇരിക്കുന്ന, അല്ലെങ്കിൽ എന്നെ ഉൾപ്പെടെ നമ്മളുടെ ആരുടെയെങ്കിലും മക്കളെ ദേഹോപദ്രവം ഏൽപ്പിച്ചുകൊണ്ട് മുറിവേറ്റ് ശിരസ് മുതൽ പാദം വരെ, ആ ശിരസ് മുതൽ പാദം വരെ മുറിവേൽപ്പിക്കപ്പെടാത്ത ഒരു സ്ഥലവുമില്ലാതെ മാംസങ്ങൾ ചിതറിയിളങ്ങിപ്പോയി അസ്ഥികൾ തെളിഞ്ഞു കാണുന്ന അവസ്ഥയിൽ ശിരസിൽ മുൾമുടി ധരിപ്പിച്ചുകൊണ്ട് വലിയ ഭാരമേറിയ ഒരു കുരിശും വെച്ച് കൊടുത്തുകൊണ്ട് റോഡിലൂടെ നമ്മുടെ മുമ്പിലൂടെ നടത്തിക്കൊണ്ടുപോയാൽ നമ്മളുടെ മനോഭാവം എന്തായിരിക്കും? ചിന്തിക്കുക. നമ്മളുടെ മക്കളുടെ മുകളിൽ അല്ലെങ്കിൽ ശരീരത്ത് ഒരു മണ്ണ് വീണാൽ പോലും പ്രതികരിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ വേദനിക്കുന്ന നമ്മൾ, ഈ അമ്മയുടെ വേദനയുടെ ആഴം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ കാഷ്വലായിട്ട് കുരിശിൻ്റെ വഴി പ്രാർത്ഥന വായിച്ചു പോകുന്ന മക്കളായി മാറാതെ അത് ഹൃദയത്തിൽ കൊണ്ട് ഒന്ന് ധ്യാനിച്ചു പോകുന്ന മക്കളായാൽ ആ വേദനയുടെ ആഴം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രിയമുള്ളവരെ, ഞാൻ ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥന എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്. ഈ 4-ാം സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോകും. കാരണം ആ ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ, പരസ്പരം ഒന്നും പറയാൻ പറ്റുന്നില്ല.
കാണുകയാണ് തൻ്റെ പുത്രനെ വലിച്ചഴച്ച് ക്രൂരമായി മർദ്ദിച്ച് കുരിശുമായി കൊണ്ടുപോകുന്നത്. ഒരമ്മ നോക്കിക്കാണുന്ന വേദനയുടെ തീവ്രത നമ്മൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കാണില്ല. ആ സഹനത്തിൻ്റെ നടുവിലും അമ്മ കാണുന്നു. ആ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് സിനിമയിൽ നമ്മൾ അതിനൊരു വേറൊരു വേർഷൻ കൂടെ കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ കൂടുതൽ കരഞ്ഞുപോയി. ഈശോ കുരിശുമായി വീഴുന്ന കണ്ടിട്ട് മാതാവ് ഓടിയെത്തുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഈശോ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഈശോ ഓടിക്കളിക്കുമ്പോൾ മറിഞ്ഞു വീഴുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ പാത്രം കഴുകി എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതവിടെ ഇട്ടേച്ച് അമ്മ എണീറ്റ് ഓടിച്ചെന്ന് ആ പുത്രനെ പൊക്കിയെടുത്ത് മാറോട് ചേർത്തണയ്ക്കുന്ന ഒരു ചിത്രം പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൽ നമ്മൾ കാണുവാൻ സാധിക്കും. അതും ഇതുമായിട്ട് ഈ പുത്രൻ കുരിശുമായി വീണിട്ട് അമ്മയ്ക്ക് ഒന്നും ചെയ്യുവാൻ പറ്റാതെ അമ്മ നിസ്സഹായി നോക്കി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ വേദനയുടെ ആഴം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മ എത്രമാത്രം സഹനത്തിൻ്റെ നടുവിലൂടെയാണ് ആ സമയത്ത് പോയിക്കൊണ്ടിരുന്നത്. സ്വന്തം പുത്രൻ 9 മാസം ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പ്രസവിച്ച് സഹനങ്ങളുടെ പീഡനങ്ങളുടെ നടുവിലൂടെ 30 വയസ്സ് വരെ കുഞ്ഞുനാളിൽ എടുത്തുകൊണ്ട് തോളിലിരുത്തിക്കൊണ്ട് ആഹാരം വാരിക്കൊടുക്കുകയും കുളിപ്പിക്കുകയും വസ്ത്രങ്ങൾ ഇടിയിപ്പിക്കുകയും കുഞ്ഞുനാൾ കളിപ്പിക്കുകയും ഒക്കെ ചെയ്ത് വളർത്തി കൊണ്ടുവന്ന് 30ാമത്തെ വയസ്സിൽ വരെ വളർത്തിക്കൊണ്ടുവന്നിട്ട് പുറത്തേക്ക് ഇറക്കി വിട്ട് കർത്താവ് 33ാമത്തെ വയസ്സിൽ ഈ പീഡനമേൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ അനുഭവിച്ച വേദനയുടെ ആഴം നമ്മൾ മനസ്സിലാക്കണം. ആ അമ്മയുടെ സഹനത്തിൻ്റെ മുമ്പിൽ നമ്മുടെ സഹനങ്ങൾ ഒന്നുമല്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മളുടെ ഏത് സഹനം വന്നാലും നമ്മൾ നിരാശപ്പെടരുത്, നമ്മൾ തകർന്നു പോകരുത്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത സഹനങ്ങളൊന്നും ദൈവം അനുവദിക്കില്ല. അത് ദൈവത്തിൻ്റെ വചനമാണ്. പിന്നീട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത സഹനം വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊള്ളുക, അത് ദൈവത്തിൽ നിന്നല്ല, അത് പിശാചിൽ നിന്നാണ്. അതിന് കാരണം നമ്മളുടെ പാപങ്ങളായിരിക്കും. അതുകൊണ്ട് ഏത് സഹനത്തിൻ്റെ നടുവിൽ നിന്ന് ഇപ്പോൾ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളാണെങ്കിൽ അതിൻ്റെ കൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ സഹനങ്ങളുടെ മുമ്പിൽ നമ്മളെ പിടിച്ചു നിർത്തും. സ്വന്തം പുത്രൻ പീഡിപ്പിക്കപ്പെട്ട് തകർക്കപ്പെട്ട് ശരീരം മുഴുവനും മുറിവേറ്റപ്പെട്ട് നടന്നു പോകുമ്പോഴും ആ അമ്മ കണ്ണുനീരോടെ ഉള്ളിൽ ആ ദുഃഖങ്ങളെല്ലാം ഒതുക്കിക്കൊണ്ട് ആ അമ്മ നിലവിളിക്കുന്ന നിലവിളി, ആ ചിത്രം നമ്മളൊന്ന് മനസ്സിൽ കാണണം പ്രിയമുള്ളവരെ. എന്തിനു വേണ്ടിയാണ് അമ്മയും ആ മകനും ഈ പീഡ അനുഭവിച്ചത്, ആ വേദന അനുഭവിച്ചത്? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, നമ്മളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കൂട്ടുന്ന നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടി, സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ലോകത്തോട് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ദൈവത്തെ മറന്ന് ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരമാണ് ആ യേശു ക്രിസ്തു കാൽവരിയിലേക്കുള്ള യാത്രയിൽ ചുമന്നു കൊണ്ടുപോയത്. അത് കണ്ടുകൊണ്ട് കരഞ്ഞു പൊട്ടി ഹൃദയം പൊട്ടി നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയവും. പ്രിയമുള്ളവരെ, ഇവിടെ വലിയൊരു അഭിഷേകത്തിൻ്റെ ഒരു ശക്തി കർത്താവ് കടന്നു വരുമ്പോൾ തരുന്നത്, നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇനി ഒരു തീരുമാനമെടുക്കണം. എൻ്റെ ഒരു കുഞ്ഞു പാപം കൊണ്ടുപോലും ഞാനിനി യേശുവിനെ വേദനിപ്പിക്കില്ല എന്നൊരു തീരുമാനം എടുക്കണം. ഹല്ലേലൂയ! യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈ വേദന നിറഞ്ഞ വ്യാകുലപ്പെട്ട് നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിന് അല്പമെങ്കിലും ആശ്വാസം കൊടുക്കുവാൻ, വേദന അനുഭവിക്കുന്ന ആ പീഡ അനുഭവിച്ച് യേശുവിനെ ആശ്വസിപ്പിക്കുവാൻ ഈ ഒരു തീരുമാനത്തിന് സാധിക്കും. ഇനി ഞാനൊരു കുഞ്ഞു പാപം ചെയ്തു പോലും എൻ്റെ യേശുവിനെ ഞാൻ വേദനിപ്പിക്കത്തില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടും. സ്വർഗത്തിൻ്റെ ഭണ്ഡാരം തുറന്ന് അനുഗ്രഹങ്ങളുടെ പെരുമഴയായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ വരിക. കർത്താവിന് വേണ്ടി നമ്മൾ ഒരു ചെറുവിരൽ അനക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി വലിയ വാതിലുകൾ തുറക്കപ്പെടും. കർത്താവ് നൽകിയിരിക്കും. കർത്താവ് ആർക്കും കടക്കാരനായിട്ടിരിക്കില്ല. യേശുവേ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഇനി ഒരു കുഞ്ഞു പാപം പോലും ചെയ്യുകയില്ലെന്ന് തീരുമാനമെടുത്താൽ അത് തന്നെയാണ് യേശുവിന് കൊടുക്കാനുള്ള സമ്മാനവും പരിശുദ്ധ അമ്മയുടെ വേദനയ്ക്കുള്ള സമ്മാനവും നമുക്ക് കൊടുക്കാൻ പറ്റുക. തീരുമാനമെടുക്കണം, ഇനി ഞാൻ ഒരു പാപം ചെയ്തു പോലും എൻ്റെ യേശുവിനെ വേദനിപ്പിക്കില്ല. ഹല്ലേലൂയ! യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പിന്നീട് നമ്മൾ കാണുന്നതോ യേശുവിനെ കുരിശിൽ മൂന്നാണിയിൽ തറയ്ക്കപ്പെടുന്ന അവസ്ഥ നോക്കുക. ദുഃഖത്തിൻ്റെ കാഠിന്യം കടന്നു വരികയാണ്. അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഹൃദയം പിളർക്കുന്ന
ആ വേദനയുടെ പാരമ്യതയിലേക്ക് കൊണ്ടുവരികയാണ്. കുരിശിൽ 3 ആണികളിൽ തൂക്കപ്പെടുന്നു, തറയ്ക്കപ്പെടുന്നു, വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞെടുക്കപ്പെടുന്നു. നഗ്നനായി കർത്താവായ യേശു സ്വന്തം അമ്മയുടെയും ബന്ധുക്കളുടെയും ശിഷ്യന്മാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ ഒന്നും ഉരിയാടാതെ കുരിശിൽ എല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കുന്നൊരവസ്ഥകൾ നോക്കുക. അമ്മയുടെ ഹൃദയം എത്രമാത്രം പൊടിയുന്നുണ്ട്. സ്വന്തം പുത്രൻ കുരിശിൽ കിടന്ന് വേദന അനുഭവിക്കുമ്പോഴും ആ കുരിശിൻ ചുവട്ടിൽ ഹൃദയമടക്കിക്കൊണ്ട് അമ്മ പുത്രനെ നോക്കുന്ന ഒരു ചിത്രമുണ്ട്. ആ നോട്ടത്തിൻ്റെ മുമ്പിൽ ഉരുകാത്ത ഹൃദയങ്ങൾ ഉണ്ടാകരുത്. എത്ര കടുപ്പമുള്ള ഹൃദയമായാലും സ്വന്തം പുത്രൻ കുരിശിൽ മരിക്കുന്നത് നോക്കിക്കൊണ്ട് അമ്മ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഹൃദയം നമ്മുടെ മനസ്സിലൊന്ന് പതിഞ്ഞാൽ, പ്രിയമുള്ളവരുടെ, നമ്മുടെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, നമ്മുടെ സകല പ്രശ്നങ്ങളും അലിഞ്ഞില്ലാതായി മാറും. കാര്യം ദൈവത്തിൻ്റെ സഹനം, ആ സഹനത്തോട് നമ്മുടെ സഹനം ചേർത്ത് വെച്ചാൽ അത് ഇല്ലാതായി തീരും. പരിശുദ്ധ അമ്മ കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ അവിടെ നിന്നും ഈശോ അമ്മയും ആശ്വസിപ്പിക്കുകയാണ്. യോഹന്നാനോട് പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് പറയുന്നു, ഇതാ നിൻ്റെ മകൻ. അവിടെ വെച്ച് ലോകത്തിന് മുഴുവനും നമുക്ക് അമ്മയായി കർത്താവിനെ നൽകി, പരിശുദ്ധ അമ്മയെ നൽകിക്കൊണ്ട് യേശു തൻ്റെ കുരിശിലെ സഹനത്തിൻ്റെ പൂർത്തീകരണം നടത്തുകയാണ്. അതിനുശേഷമാണ് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് യേശു ജീവൻ വെടിയുന്നത്. പരിശുദ്ധ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായി ദൈവം കാൽവരിയിൽ വെച്ച് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ആ അമ്മയെ ഒന്നുകൊണ്ട് വേദനിപ്പിക്കാതെ, അമ്മയ്ക്ക് കുറവുള്ളതൊന്നും വരുത്താതെ, അമ്മയ്ക്ക് സങ്കടമുണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കാനുള്ള ഒരു കടമ മക്കളായ നമുക്കുണ്ട്. ഉണ്ടോ? ഉണ്ട്. നമ്മൾ നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിക്കുമോ? പലർക്കും മുഖത്ത് ഒരു ഇതായിട്ട് വരുന്നു. അങ്ങനെ വേദനിപ്പിച്ചാൽ പ്രഭാഷകൻ 3-ാം അധ്യായം നമ്മളെന്നെടുത്ത് വായിച്ചു നോക്കണം. പ്രിയമുള്ളവരെ, മാതാപിതാക്കന്മാരോടുള്ള കടമകളെക്കുറിച്ച് ദൈവം ഒരു അധ്യായം തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഇന്ന് പല കുടുംബങ്ങളിലെയും പല തകർച്ചകളുടെയും ഒരു കാരണം, എല്ലാ കാരണവും അതല്ല, കുടുംബങ്ങളിലെ തകർച്ചകൾ ഒരു കാരണം നമ്മളും നമ്മുടെ മാതാപിതാക്കന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ വീണ വിള്ളലുകളാണ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്നും, അവരോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്നും, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും, അവരെ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടതെന്നും, അവരുടെ വാർദ്ധക്യത്തിൽ അവരോട് എങ്ങനെയായിരിക്കണം നമ്മളെന്നും എല്ലാം അക്കമിട്ട് പ്രഭാഷകൻ 3-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിട്ടുണ്ട്. അത് പ്രവർത്തിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ പെരുമാറിയില്ലെങ്കിൽ അതിൽ വരുന്ന തകർച്ചകളും അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. ഇതൊന്ന് വായിക്കണം നിങ്ങൾ വീട്ടിൽ പോയിട്ട്. എന്നിട്ട് എവിടെയെങ്കിലും നമുക്ക് തെറ്റുപറ്റിയെങ്കിൽ അത് തിരുത്തണം. മാതാപിതാക്കന്മാരോട് ക്ഷമ ചോദിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ക്ഷമ ചോദിക്കണം. മരിച്ചുപോയെങ്കിൽ അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, വലിയൊരു അനുഗ്രഹത്തിൻ്റെ തടസ്സം നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ വീണതുകൊണ്ടാണ്. ഇവിടെ പരിശുദ്ധ അമ്മയെ നമ്മുടെ എല്ലാവരുടെയും അമ്മയായി ദൈവം നൽകിയെങ്കിൽ ആ അമ്മയെ വേദനിപ്പിക്കാതിരിക്കുവാൻ, ആ അമ്മയ്ക്കൊരു കുറവും വരാതിരിക്കുവാൻ, ആ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന മക്കളായി നമ്മൾ ജീവിക്കണമെന്നാണ് ആ യേശു അമ്മയെ നമുക്ക് നൽകിക്കൊണ്ട് ദൈവം ആഗ്രഹിച്ചത്. അതിൻ്റെ അടുത്ത വചനം വായിക്കുന്നു, ആ ശിഷ്യൻ അപ്പോൾ മുതൽ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഒന്നിനും കുറവ് വരാതെ പരിശുദ്ധ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു സ്വന്തം അമ്മയെ നോക്കുന്ന അതേ ഇതിലൂടെ തന്നെ യോഹന്നാൻ പരിശുദ്ധ അമ്മയെ ഭവനത്തിൽ കൊണ്ടുപോവുകയാണ്. നോക്കുക, പരിശുദ്ധ അമ്മയുടെ ആ സ്നേഹത്തിൻ്റെ ആഴം ശരിക്കും മനസ്സിലാക്കിയത് യോഹന്നാൻ എന്ന് പറയുന്ന ശിഷ്യനാണ്. യേശു കഴിഞ്ഞാൽ യോഹന്നാൻ എന്ന് പറയുന്ന ശിഷ്യനാണ് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൻ്റെ ആഴം കൂടുതൽ മനസ്സിലാക്കിയത്. ആ പരിശുദ്ധ അമ്മയെ നമുക്ക് സ്വന്തമായി നമ്മുടെ അമ്മയായി നൽകിയെങ്കിൽ നമ്മൾ ഇന്ന് മുതലെങ്കിലും ചിന്തിക്കണം, എൻ്റെ പരിശുദ്ധ അമ്മയെ ഞാൻ ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടോ? അമ്മയ്ക്ക് ഇഷ്ടമില്ലാതെ ചെയ്തിട്ടുണ്ടോ? അമ്മയ്ക്ക് വേദന ഉണ്ടാകുന്ന കാര്യം എന്താണ്? അമ്മയ്ക്ക് വേദന ഉണ്ടാകുന്ന കാര്യം എന്താണ്? തൻ്റെ പുത്രനെ വേദനിപ്പിക്കുന്നതാണ്. ആണോ? ആണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ എന്താണ് പറഞ്ഞത്? അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. അമ്മയുടെ ഇഷ്ടം എന്താണ്? യേശു പറയുന്നത് പോലെ ചെയ്യണം. അപ്പോൾ നമ്മൾ യേശു പറയുന്നത് പോലെ ചെയ്യാതിരുന്നാൽ അമ്മയ്ക്ക് വേദനയാകുമോ സന്തോഷമാകുമോ? വേദനയാകും. അപ്പോൾ യേശു പറയുന്നത് പോലെ തന്നെ ജീവിക്കുവാനും എളിമയോടെ, വിശുദ്ധിയോടെ, സമർപ്പണത്തോടെ, സ്നേഹത്തോടെ
പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകനും മകളുമായി നമ്മുടെ ജീവിതം ഇന്ന് ഈ ദിവസം രൂപാന്തരപ്പെടണം. വിട്ടുകൊടുക്കണം, ദൈവത്തിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കണം. ഇവിടെയാണ് നമുക്ക് പറ്റുന്ന ഒരു വലിയ മണ്ടത്തരം അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് പിശാച് നമ്മളെ പറ്റിക്കുന്നത്. പരിശുദ്ധ അമ്മ വിളിച്ചത് ആരാണെന്ന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട്, സ്വർഗത്തിലെ ദൈവമാണ് നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വരും വരാഴികളെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ കണ്ണും പൂട്ടി പരിശുദ്ധ അമ്മ ഒരു തീരുമാനമെടുത്തു. ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ആ ഇഷ്ടത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നതുകൊണ്ട് സ്വർഗത്തിൻ്റെ സകല പദ്ധതികളും അവിടെ വെളിപ്പെടുകയാണ്. ദൈവം പരിശുദ്ധ അമ്മയെ അതിനുശേഷം എത്രമാത്രം സ്നേഹിക്കുന്നുള്ളതിൻ്റെ അടയാളമാണ് സ്വർഗത്തിലേക്ക് ശരീരത്തോടെ ആത്മാവോടുകൂടിയും എടുക്കപ്പെട്ടത്. നോക്കുക, ജീവിതത്തിൻ്റെ സമർപ്പണം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചു കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നതിനേക്കാൾ ഭംഗിയായിട്ടും മനോഹരമായിട്ടും സ്വർഗം ഇടപെടുമെന്നുള്ളതിൻ്റെ അടയാളമാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണം. ആ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അമ്മ ദൈവത്തെ എത്രമാത്രം ആഴത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മ നമുക്കൊരു മാതൃകയായി ദൈവത്തിൻ്റെ ഹിതം മാത്രം എന്നിൽ നിറവേറട്ടെ അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിക്കണം. അത് നമ്മുടെ നന്മയ്ക്കേ വരികയുള്ളൂ. തിന്മയായിട്ടുള്ളത് എന്തെങ്കിലും ദൈവം തരുമോ പ്രിയമുള്ളവരെ? ഇല്ല. നമ്മൾ നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുമോ? ഇല്ല. നമുക്ക് ഏറ്റവും നല്ലത് നോക്കി തരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിൽ പരിശുദ്ധ അമ്മ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ അനുഗ്രഹം, അവിടുത്തെ സമ്പത്ത്, അവിടുത്തെ കൃപകൾ, അവിടുത്തെ വരങ്ങൾ, അവിടുത്തെ ദാനങ്ങൾ, അവിടുത്തെ ഫലങ്ങൾ, ഇതെല്ലാം നിറച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ വചനം പറയുന്നില്ലേ, ദൈവം സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കണ്ടിട്ടില്ല, കാതുകൾ കേട്ടിട്ടില്ല, മനുഷ്യ മനസ്സുകൾ ഗ്രഹിച്ചിട്ടില്ല. അത്രയേറെ വലിയ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവസം മുതലെങ്കിലും ഈ പീഡാനുഭവ കാലത്ത്, ഈ നോമ്പ് കാലത്തെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കണം. ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മ യേശുവിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട്, ആ സമർപ്പിച്ചതുകൊണ്ട് ആ ലോകം മുഴുവനുമുള്ള രക്ഷ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് യേശുവിന് ഞാൻ സമർപ്പിക്കുമ്പോൾ എനിക്ക് കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റുമോ അതേ കണക്ക് ഞാൻ പ്രവർത്തിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. വിശുദ്ധിയോടെ, എളിമയോടെ, സ്നേഹത്തോടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം.